വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും വ്ലോഗ് എടുക്കുകയാണ് അല്ലെ കിച്ചുകുട്ടാ? നമ്മൾ ഇന്ന് ട്രിപ്പ് പോവാണേ. നമ്മള് ഏതാ സ്ഥലത്തിന്റെ പേരൊന്നും സത്യത്തിൽ അറിയത്തില്ല. നമ്മൾ മാഞ്ചസ്റ്റർ വരെ പോവാണ്. നമ്മൾ ജസ്റ്റ് എല്ലാവർക്കും ഓഫ് ആയതാണ്. നമ്മള് ചുമ്മാ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചല്ലേ കിച്ചു? അപ്പോ നമ്മുടെ കൂടെ ഇന്ന് 2 സ്പെഷ്യൽ ഗസ്റ്റുകളും ഉണ്ട്. നമ്മുടെ ആരാ കിച്ചു? സൂരജ് മേഘയുണ്ട്. അവർക്കും ഒന്ന് ഓഫാണ്. അപ്പൊ നമ്മളെല്ലാരും കൂടെ കറങ്ങാൻ പോവാം. പക്ഷേ പുറത്ത് നല്ല വെയിലൊന്നും ഇല്ല, മഴയ്ക്കുള്ള സാധ്യതകൾ ഉണ്ട്. ഇന്നത്തെ ഈ വീക്ക് ഫുള്ള് റെയിനിന്റെ ചാൻസ് കൂടുതലാണ്. സോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് അവിടെ ചെല്ലുമ്പം കാണാം. നമുക്ക് അവിടുത്തെ ചെറിയ പാർക്കിലൊക്കെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. പാർക്കുണ്ട്, അങ്ങനെ കുറേ പ്ലേസസ് ഉണ്ടല്ലോ. നമ്മൾ അവിടെ ചെല്ലുമ്പം ഓൺ ദ വെയിലായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത് കേട്ടോ, ഇവിടെ പോകണം മാഞ്ചസ്റ്ററിൽ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം അല്ലേ? യുകെയിൽ ഇപ്പോൾ സ്പ്രിംഗ് സീസൺ ഒക്കെ തീരാറായിട്ടുള്ളൂ. ഇത് നമ്മൾ സ്പ്രിംഗ് സീസൺ ആയ ടൈമിലെടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് നല്ല ഫ്ലവേഴ്സൊക്കെ നമ്മൾ പോണ വഴിക്ക് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇവിടെ നമ്മൾ എത്തി കഴിഞ്ഞു. നമ്മൾ എവിടെ എത്തിയത്? നമ്മള് പാർക്കിലെത്തി. പാർക്കിന്റെ പേരെന്താ? സ്ലൈഡ്. അപ്പൊ നമ്മള് ഹീറ്റൻ പാർക്കിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ആരുണ്ട് കിച്ചു നമ്മുടെ കൂടെ? സൂർജും മേഘയും. നമ്മള് പാർക്കിലെത്തി. നമ്മള് പാർക്കിലൂടെ നടന്നു പോവാണ്. അപ്പൊ നമ്മളിവിടെ പിള്ളേർക്ക് പറ്റിയ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. നമുക്കത് കാണാം. ഇത് ഫ്രീ ആണോന്നൊന്നും അറിയില്ല. കിച്ചു ഞങ്ങൾ പാർക്കിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ കാണുന്നു ഒരു ഐസ്ക്രീം വണ്ടി. ഞങ്ങൾ അവിടെ കിച്ചു കിടന്ന് ഭയങ്കര വഴക്കായിരുന്നു, ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു ഭയങ്കര തണുപ്പും ചെറിയ മഴ ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടെ ഓരോരോ ഐസ്ക്രീമൊക്കെ വാങ്ങി നല്ല തണുപ്പത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ നടന്നു. നല്ല ഒരു ഫീൽ ആയിരുന്നു ഐസ്ക്രീമൊക്കെ കഴിച്ചതിലൊക്കെ നടക്കാൻ. ഇത് കിച്ചു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടത്. എല്ലാരും ഐസ്ക്രീം കഴിക്കുന്ന തിരക്കിലാണ്. അതെ, നല്ല സുഖം. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഫീലിംഗ്? കണ്ണീന്ന് മൂക്കിന്ന് എല്ലാം വെള്ളം വരും. മേഘ എങ്ങനെയുണ്ട്? ഭയങ്കര നമ്മള് പറഞ്ഞ പോലെ തന്നെ ഇറങ്ങിയപ്പം മഴയുടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേ മഴ തൂളാൻ തുടങ്ങി. അതുകൊണ്ട് ഭയങ്കര പ്ലാൻ. പക്ഷെ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഴ കുറയുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് പോവാം. നമുക്കിനി നമ്മളൊരു മ്യൂസിയം ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഫ്രണ്ടിലൊരു സംഭവം ഉണ്ട്, നമുക്ക് അവിടെ കയറി നോക്കാം എന്താണ്. അൺഫോർച്ചുനേറ്റ്ലി ഇത് ഓപ്പൺ അല്ലായിരുന്നു നമ്മൾ ചെന്ന സമയത്ത്. ഇതിനകത്ത് കയറാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ ഭയങ്കര ഒരു വലിയ ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ.
മഴയാണ് ഭയങ്കര മഴയാണ്. അത് കാരണം നമ്മൾ തിരിച്ച് വണ്ടിയിൽ നിന്ന് കയറാൻ പോവുകയാണേ. മഴ ചതിച്ചു. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നിന്നപ്പോൾ നല്ല മഴയായതാണ്, നമുക്കൊന്നിനും പറ്റിയില്ല. അതാണ് നമ്മളിങ്ങനെ പയ്യെ തിരിച്ച് വണ്ടിയിലേക്ക് പോകാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വണ്ടിയിൽ ചെന്നിട്ട് നമുക്ക് ബാക്കി പ്ലാൻ ചെയ്യാം. നമ്മൾ തിരിച്ച് പ്രസ്റ്റണിലേക്ക് പോവാണ്. അവിടെ ചെന്ന് ചായ കുടിക്കാനാണ് പോകുന്നത്. അതിനിടയ്ക്ക് സൂരജിന്റെ വളരെ പണ്ടത്തെ പഴയ അനുഭവം പഴയ കാലത്തെ പല ഓർമ്മകളും മുന്നിലേക്ക് വന്നു ഈ പാട്ട് കേട്ടപ്പോൾ. അപ്പൊ നമ്മൾ ഈ പാട്ട് കേൾക്കാൻ പോവുകയാണ്. വാ അരേ അങ്ങനെ ഞങ്ങളുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ പോയി പ്രസ്റ്റണിൽ പോയി ചായ കുടിക്കാൻ വേണ്ടി പോവായിരുന്നു കേട്ടോ. ഞങ്ങളുടെ സ്വന്തം നമ്മുടെ മാസിലേക്ക് എത്തി. അവിടെ നല്ല തിരക്കായിരുന്നു. നമ്മൾ ചെറിയൊരു ദോശ, നെയ് റോസ്റ്റും പിന്നെ എന്താ പറയുക പഴംപോളി പിന്നെ ഉഴുന്നുവടയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. നല്ല നെയ് റോസ്റ്റാണ് കിച്ചുകൂട്ട് ഞാൻ വായി കൊടുക്കുക. അതേ ഉഴുന്നുവട, പരിപ്പ് വട, കട്ട്ലറ്റ് എല്ലാം ഉണ്ടായിരുന്നു. ശരി, നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് ഞങ്ങളങ്ങനെ ഒരു വിഷമം ഞങ്ങളങ്ങനെ ഇതേ മാറ്റി. എവിടെ പോയാലും അവസാനം ഒരു ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഇതേ സൂരജിൻ്റെ മേഘയൊക്കെ ഞങ്ങൾ തിരിച്ചു വിട്ടിട്ട് ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞു. ബൈ.